ബാക്ക് ടു സൈലം ലേണിംഗ് എസ് ജി ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ നമുക്ക്. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോമാണ്. പോത്തിന്റെ പേര് എ ടൈഗർ ഇൻ ദ സൂ എന്ന് പറയുന്ന ഒരു അടിപൊളി പോവാണ്. അപ്പൊ ഈ പോത്തിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശേഷം അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, ശേഷം നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. അതിന്റെ ശേഷം അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഇതാണ് ഈ വീഡിയോക്കകത്തുള്ളത്. ഓക്കെ, അതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന് മുമ്പേ ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട്, ഫസ്റ്റ് യൂണിറ്റ്, 3 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു യൂണിറ്റ്. ഇതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മേലെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവൈലബിൾ ആണ്. സോ അത് മിസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ ടൈഗർ ഇൻ ദ സൂ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ മെസ്സേജ് എന്താ നോക്കാം നമുക്ക് ആദ്യം. Wild animals should remain in their natural habitat and not caged in the zoo. എന്ന് വെച്ചാല് വൈൽഡ് ആനിമൽസിനെ നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത്? യെസ്, അത് അതിന്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിലാണ് ജീവിക്കേണ്ടത്, അല്ലാതെ എവിടെയല്ല. അതൊരിക്കലും ഒരു കേജിൽ കൂട്ടിലടക്കപ്പെടേണ്ട അല്ലെങ്കിൽ സൂവിൽ ആളുകൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അതിനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, തീം എന്താണെന്ന് വെച്ചാൽ ഈ പോത്തിന്റെ തീം നെസസിറ്റി ഓഫ് ഫ്രീഡം ആണ്. എത്രത്തോളം ആവശ്യമുണ്ട് ഓരോ ജീവികൾക്കും ഫ്രീഡം എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. This poem contrasts a tiger in the zoo with the tiger in its natural habitat. ഇവിടെ ഒരു വൈരുദ്ധ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കോൺട്രാസ്റ്റ്? ഒരു കാട്ടിൽ ജീവിക്കുന്ന ഫ്രീഡം ഉള്ള അതിന്റെ തനതായ ഹാബിറ്റേറ്റിൽ ജീവിക്കുന്ന ഒരു ടൈഗറിനെയും അതുപോലെ തന്നെ സൂവിലുള്ള ഒരു ടൈഗറിനെയും ഇവിടെ ഇങ്ങനെ തമ്മിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. The poem moves from the zoo to the jungle and back again to the zoo. പോം ആദ്യം ഒരു സൂവിലുള്ള ടൈഗറെ നമുക്ക് കാണിച്ചിരുന്നു. ശേഷം അത് എവിടേക്ക് പോകുന്നു? അടുത്ത സ്റ്റാൻസകളിൽ നമ്മൾ കാട്ടിലേക്ക് പോകുന്നു, ജംഗിളിലുള്ള ആ ഒരു ടൈഗറിനെ കാണുന്നു, പിന്നെ തിരിച്ച് വീണ്ടും സൂവിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് പോം കളിക്കുന്നത്. Read the poem silently once and say which stanza speak about the tiger in the zoo and which one speaks about the tiger in the jungle. സിമ്പിൾ ആണ്. നേരെ നമുക്ക് സ്റ്റാൻസിലേക്ക് വരാം. കംപ്ലീറ്റ് പോയറ്റിക് ഡിവൈസസ്, കംപ്ലീറ്റ് എന്താണ് കാര്യങ്ങളും സ്റ്റാൻസസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അറ്റൻഷൻ എനിക്ക് വേണം. സ്റ്റാൻസ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. He stalks in his vivid stripes. He stalks in his vivid stripes. The few steps of his cage on pads of velvet quiet in his quiet range. ഫസ്റ്റ് 4 വരികളാണ് അല്ലെ, 4 വരിയുള്ള ഒരു സ്റ്റാൻസിയാണ്. ഹി സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ വാക്സ് വിത്ത് പ്രൈഡ്. ടൈഗറും ഒക്കെ വാക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് എലഗന്റ് ആയിട്ടാണ് വാക്കുക അല്ലെ, ഭയങ്കര എലഗൻസിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൈഡിലാണ് അവർ എന്ത് ചെയ്യുന്നത് നടക്കുക. പൂച്ച നടക്കുന്നത് കണ്ടാൽ മതി അല്ലെ, അതിന്റെ വെപ്രാവപ്പെട്ടിട്ടൊന്നുമല്ല, തിരക്കിട്ടൊന്നുമല്ല നടക്കുക. അത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗിയിലാണ് ഇങ്ങനെ നടക്കുക അല്ലെ. അപ്പൊ ആ ഒരു കാറ്റ് വാക്ക് എന്നൊക്കെ വേർഡൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തുനിന്നും. അപ്പൊ അത് ബിഗ് കാറ്റ്സ് ആണല്ലോ ഇവര്. അപ്പൊ ഹി സ്റ്റാക്സ്, അവൻ നടക്കുന്നത് എങ്ങനെയാണ്? അവൻ പ്രൗഡിയോട് കൂടിയിട്ട് നടക്കുകയാണ്. ഓക്കെ, എവിടെ നടക്കുന്നത്? എനിസ് വിവിഡ്. വിവിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നർത്ഥം. വിവിഡ് സ്ട്രൈപ്സ്. സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മേലെയുള്ള വരകളില്ലേ അല്ലെ, സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ വരകളാണ്. നല്ല വ്യക്തമായ വിവിഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈൻസ്, അതാണ് സ്ട്രൈപ്സ്. ഓക്കെ, മീനിങ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തമായിട്ടുള്ള ബ്രൈറ്റ് ലൈൻസോട് കൂടിയ ശരീരം വെച്ചിട്ട് അവൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എങ്ങനെ നടക്കാണ്? തിരക്കിട്ട് നടക്കാണോ? അല്ല, വളരെ എലഗന്റ് ആയ ആ ഒരു വാക്കിംഗ് വിത്ത് പ്രൈഡ് ആണ്. ഓക്കെ, ദ ഫ്യൂ സ്റ്റെപ്സ് ഓഫ് ഹിസ് കേജ്. പക്ഷെ നടക്കാൻ കുറച്ച് ദൂരേ ഉള്ളൂ. എവിടെ വരെ? അതാ ഞാൻ നടക്കുന്ന പോലെ ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ. ഇപ്പുറത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ നിന്ന് ഔട്ടായി പോകും. അപ്പൊ അതുപോലെ ഈ ടൈഗർ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ജീവി ചെറിയ കുഞ്ഞു കൂടിന്റെ അകത്ത് ഫ്യൂ സ്റ്റെപ്സ് മാത്രമേ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, എങ്ങനെ? ഓൺ പാഡ്സ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ്. ഓൺ പാഡ്സ് ഓഫ് വെൽവെറ്റ്. വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടൊരു തുണിയാണ് അല്ലെ. വെൽവെറ്റിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയൊരു തുണിയാണ്. ഇവിടെ ഇതിന്റെ പാദങ്ങളെയാണ് പറയുന്നത്. പാഡ്സ് എന്ന് പറയുന്നത് പാദങ്ങളാണ്. വെൽവെറ്റ് പോലെ മൃദുലമായിട്ടുള്ള അതിന്റെ പാദങ്ങൾ കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വളരെ ക്വയറ്റ് ആയിട്ട്, അന്ന് വെച്ചാൽ പമ്മി പൂച്ച നടക്കുന്ന നമ്മള് ശബ്ദം കേൾക്കോ? കുളമ്പടി ശബ്ദം പോലെ, കുതിരയുടെ ശബ്ദം പോലെ കേൾക്കോ? ഇല്ല. അപ്പൊ അതുപോലെ വളരെ വെൽവെറ്റിന്റെ ആ ഒരു പാഡ് കൊണ്ട്, കാലുകൊണ്ട് അതിങ്ങനെ എന്ത് ചെയ്യാണ്? അതിങ്ങനെ നടക്കുന്നു. ഇവിടെ പോയിട്ട് കാണാണ് ഒരു കൂടിനകത്ത്, ഒരു കേജിനകത്ത് ടൈഗർ പാവം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആ സ്ഥല പരിമിതിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇത്രയും വലിയൊരു ജീവി, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ആനിമല് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. ഓക്കെ, in his quiet range
ആൻഡ് ഹീസ് വാക്കിംഗ് ഇൻ ഹിസ് ക്വയറ്റ്, ശാന്തമായ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ ആണ്. ആ ദേഷ്യം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ആ ദേഷ്യം കാണിക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ നടക്കുകയാണ്. ആര് നടക്കുകയാണ്? നമ്മുടെ ടൈഗർ നടക്കുകയാണ്. ഫസ്റ്റ് ആൻസർ ക്ലിയർ അല്ലേ? എന്തൊക്കെയാ അതിനകത്ത് പറഞ്ഞത് നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈനില് ഹീ സ്റ്റോക്സ്, ഇവിടെ ഹീ എന്ന് പറയുന്നത് ആരാണ്? ടൈഗറിനെയാണ്. അപ്പൊ ടൈഗറിനെ ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഹീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതെന്താണ്? ഹ്യൂമൻ ബീയിങ്സിന്റെ ക്വാളിറ്റീസ് നമ്മൾ ഇത്തരം ഇനാനിമേറ്റ് ആയിട്ടുള്ള ജീവികൾക്ക് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? പേഴ്സോണിഫിക്കേഷൻ അല്ലെ? പേഴ്സോണിഫിക്കേഷൻ ആണ് ഈ ഫസ്റ്റ് ലൈന്. റെഡി അല്ലേ? ഹീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഇതേ ലൈനിൽ തന്നെ നമുക്ക് അലിട്രേഷൻ കാണാൻ പറ്റും. സ്റ്റാർക്സ്, സ്ട്രൈപ്സ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? എസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു ലൈനിനകത്ത് അല്ലെ? അപ്പൊ നമുക്ക് അത് എന്ത് വിളിക്കാം? ഇറ്റ് ഇസ് അലിട്രേഷൻ എക്സാമ്പിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓൺ പാഡ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ്. ഓൺ പാഡ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന്റെ മൃദുലമായ കാലുകളെയാണ് ഇവിടെ വെൽവെറ്റ് തുണി പോലെ എന്ന് പറയുന്നത്. അപ്പൊ വെൽവെറ്റ് തുണി പോലെ എന്ന് പറഞ്ഞിട്ടില്ല, വെൽവെറ്റ് തുണി ആണെന്ന് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഓൺ പാഡ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഡയറക്റ്റ് കമ്പാരിസൺ അല്ലെ? ലൈക്ക് എ വെൽവെറ്റ് എന്ന് പറയുന്നത് സിമിലി ആണ്. ഇവിടെ ഡയറക്റ്റ് കമ്പാരിസൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മെറ്റഫർ ആണെന്ന് പറയാം. ഓക്കെ, അത് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഇനി രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്ക്, ക്വയറ്റ് എന്ന് പറയുന്ന വേർഡ് 2 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അല്ലെ? അത് എന്തിന് എക്സാമ്പിൾ ആണ്? റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻസ് ഒക്കെ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. റെഡി അല്ലേ? അടുത്ത സ്റ്റാൻസിലേക്ക് വരാം, സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരാം. എന്താണ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ടൈഗർ, സെക്കൻഡ് സ്റ്റാൻസിൽ കാണാൻ പോകുന്ന ടൈഗർ എവിടെയുള്ള ടൈഗർ ആണ്? അത് കാട്ടിലുള്ള ടൈഗർ ആണ്, ജംഗിളിലുള്ള ടൈഗർ ആണ് കേട്ടോ. നോക്കാം നമുക്ക്. He should be lurking in shadow. And he വീണ്ടും he personification അല്ലെ? He should be lurking എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡിങ് ആണ്. He should be lurking, നമുക്ക് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹൈഡിങ് ഇൻ ഷാഡോ, നിഴലുകളിൽ, മരങ്ങളുടെയും ഒക്കെ എന്താണ് കാടിന്റെ ആ ഒരു നിഴലിനുള്ളിൽ അവൾ അങ്ങനെ അല്ലെങ്കിൽ അവൻ അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവനാണ് കേട്ടോ. അവൻ എന്താണ്? ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലർക്കിംഗ് എന്ന് പറഞ്ഞാല് ഹൈഡിങ്. ഓക്കെ, ദെൻ വാട്ട്? സ്ലൈഡിങ് ത്രൂ ദ ലോങ് ഗ്രാസ്. ആൻഡ് ദിസ് ഗൈ ഇസ് സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിംഗ് വിത്ത് ഈസ്. നമ്മളൊരു സ്നേക്ക് ഒക്കെ പോകുന്നുണ്ടല്ലേ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് പോവാ. ഓക്കെ, ഷി വാസ് ഗോയിങ് വാക്കിംഗ് വിത്ത് ഈസ്. വളരെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടില്ല, കംഫർട്ടബിൾ ആയിട്ട് അതങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? ത്രൂ ദ ലോങ് ഗ്രാസ്. ആ വലിയ ഗ്രാസിലൂടെ. ഞാൻ ഈ ചിത്രം കുറച്ചുകൂടെ മാച്ചിങ് ആണ്, അതുകൊണ്ടാണ് ഈ ചിത്രം തന്നെ വെച്ചത്. അത് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ആ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ് ഗ്രാസിന്റെ ഇടയിലൂടെ അതിങ്ങനെ സ്മൂത്ത്ലി അതെങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്ലൈഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ത്രൂ ദ ലോങ് ഗ്രാസ്. എവിടേക്കാ പോകുന്നത്? നിയർ ദ വാട്ടർ ഹോൾ. ഓക്കെ, ഒരു സ്പ്രിങ്ങിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു റിവറിന്റെ അടുത്തൂടെയൊക്കെ മൂപ്പരിങ്ങനെ ആ വാട്ടർ ഹോൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഒരു വാട്ടർ ബോഡിയുടെ അടുത്തേക്ക് മൂപ്പരിങ്ങനെ പോവുകയാണ്. വെള്ളം കുടിക്കാനാണോ? അല്ല, അവിടെ വെള്ളം കുടിക്കാൻ വേറൊരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്ക്, ആരാണത്? പ്ലം ഡിയേഴ്സ് പാസ്. പ്ലം എന്ന് പറഞ്ഞാല് ഫ്ലഷി ആയിട്ടുള്ള, ഫാറ്റ് ആയിട്ടുള്ള, നല്ല തടിച്ചു കൊഴുത്ത, മുഴുത്ത ഈ പറയുന്ന മാൻപേടകൾ വെള്ളം കുടിക്കാൻ വരും അല്ലെ? ഡിയർ പാസ് ബൈ. ആ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ പൊക്കാൻ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ, അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഇങ്ങനെ പതുക്കെ ലർക്കിംഗ് ചെയ്തിട്ട്, ഹൈഡ് ചെയ്തിട്ട്, സ്ലൈഡ് ചെയ്തിട്ട് ഒക്കെ മൂപ്പര് അവിടേക്ക് വരുന്നത്. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റാൻസ മനസ്സിലായില്ല. അപ്പൊ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്ന ടൈഗർ എവിടെയുള്ളതാണ്? അത് ജംഗിളിലുള്ളതാണ്. നേരത്തെ ഫസ്റ്റ് സ്റ്റാൻസയിൽ എവിടെയായിരുന്നു? സൂലായിരുന്നു അല്ലെ? തേർഡ് സ്റ്റാൻസ നോക്കാം. He should be snarling around the houses at the jungle's edge. ഓതർ പറയാണ് he should be snarling എന്ന് പറഞ്ഞാൽ growling. ആ ശബ്ദമല്ലേ? ടൈഗർ ഉണ്ടാക്കുന്ന ശബ്ദമല്ലേ? ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഗർജനമാണത്. ഓക്കെ, ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. എവിടെ? അറൌണ്ട് ദ ഹൗസസ് എന്ന് വെച്ചാൽ ജംഗിളിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലെ, വീടുകളിലെ ആളുകളെ പേടിപ്പിക്കുന്ന തരത്തില് മൂപ്പരെ ശബ്ദവും ഇങ്ങനെ കേൾക്കും. ഓക്കെ, അറ്റ് ദ ജംഗിൾസ് എഡ്ജ് എന്ന് പറഞ്ഞാല് ആ ജംഗിളിന്റെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ, വീടുകളിൽ താമസിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് മൂപ്പരുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. സ്നാളിങ് കേൾക്കാം, ഗ്രൗളിങ് കേൾക്കാം. ഓക്കെ, then bearing his white fangs. ആളുകളെ എങ്ങനെ പേടിപ്പിക്കുന്ന മൂപ്പര്? bearing his white fangs. ഫാങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടീത്ത് ആണ് കേട്ടോ.
സാധാരണ ഫാങ്സ് നമ്മൾ പറയാറ് ഈ സ്നേക്കിൻ്റെതാണ് ഫാങ്സ് എന്ന് പറയാം, വിഷപ്പല്ലുകൾ. ഇവിടെ ഈ ടൈഗറിന്റെയാണ് ഈ പല്ലുകളെയാണ് പറയുന്നത്. നമുക്ക് പല്ല് കാണുമ്പോൾ തന്നെ പേടിയൊന്നും അല്ലെ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡൂയിങ് വാട്ട്, ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രൈറ്റനിങ് ദ വില്ലേജേഴ്സ്, ടെററൈസിങ് ഭീതിയിലായിരുന്നു. ഭീതിയാണ് ടെററൈസിങ്. ഇറ്റ്സ് ആക്ച്വലി ടെററൈസിങ് ദ വില്ലേജ് പീപ്പിൾ വിത്ത് ഇറ്റ്സ് ഫാങ്സ് ആൻഡ് ക്ലൗസ്. അതിന്റെ നെയിൽസ് കൊണ്ട്, അതിന്റെ ടീത്ത് കൊണ്ട് അത് ആളുകളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നതും തേർഡ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നതും സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നതും ജംഗിളിലുള്ള ടൈഗറിനെയാണ്, ഫ്രീഡം അനുഭവിക്കുന്ന ടൈഗറിനെയാണ് അല്ലെ. ആ ഫെറോഷ്യസ് ആയിട്ടുള്ള അതിന്റെ നേച്ചർ വെച്ചിട്ട്, ക്രൂരമായ അതിന്റെ നേച്ചർ വെച്ചിട്ട് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ, ഹാബിറ്റേറ്റിൽ അതെന്താ വിഹരിക്കുകയാണ്. ഓക്കെ, ആ ലിബർട്ടി അല്ലെങ്കിൽ ആ ഫ്രീഡം അതിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ്, ഭയപ്പെടുത്തേണ്ടവരെ ഭയപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അതിന്റെ ഇരയെ തേടി പിടിച്ച് കഴിച്ചുകൊണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അത് ജീവിക്കുന്നതെന്ന് സെക്കൻഡിലും തേർഡിലും നമുക്ക് കാണിച്ചു തരാണ്. ഇനി ഫോർത്ത് സ്റ്റാൻസർ നമുക്ക് നോക്കാം. But he is locked in a concrete cell. Unfortunately, പക്ഷെ ഇന്ന് അവന്റെ അവസ്ഥ, he is locked in a concrete cage, ഒരു കോൺക്രീറ്റ് സെല്ലിനകത്ത്. ഓക്കെ, ഒരു ജയിലിനകത്താണ് മൂപ്പരിപ്പോ, അല്ലെങ്കിൽ ചെറിയ റൂമിനകത്താണ് മൂപ്പരിപ്പോ ഉള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ എവിടെയാണ് ഫോർത്ത് സ്റ്റാൻസയിൽ ടൈഗർ എവിടെയാണ്? യെസ്, അത് സൂലാണ് കേട്ടോ. ഇനിയോ his strength behind the bars. നോക്ക്, ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെറോഷ്യസ് ആനിമൽ അതെല്ലാം എവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ്? ബിഹൈൻഡ് ദ ബാർസ്. ബിഹൈൻഡ് ദ ബാർസ് എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പഴികൾക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ എനർജി മുഴുവനും അവിടെ തളർത്തി കിടത്തിയിരിക്കുകയാണ്. ഓക്കെ, സ്റ്റോക്കിംഗ് ദ ലെങ്ത് ഓഫ് ഹിസ് കേജ്. പാവം, ആ ടൈഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും അല്ലെ. ഈ പുലിയെ പോലെയല്ല ടൈഗർ അത്യാവശ്യം നല്ല തടിയും വലുപ്പമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ഓടാനൊന്നും അത്ര മിടുക്കന്മാരല്ല മറ്റേ പുലികളെ പോലെ, പക്ഷെ നല്ല സൈസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും സൈസ് ഉള്ള ഇതിന്റെ അകത്ത്, ഈ ചെറിയ ഗേജിന്റെ അകത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരു 2 അടി അങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്കും അവിടെ മുട്ടി, പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. ചെറിയ ഗേജിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ആ കേജിന്റെ ഉള്ളിൽ സ്റ്റോക്കിംഗ് നടക്കുകയാണ്, പ്രൈഡോട് കൂടി നടക്കുകയാണ്. ദ ലെങ്ത് ഓഫ് ഹിസ് കേജ് എന്ന് പറഞ്ഞാൽ ആ കേജിന്റെ വലിപ്പത്തിലേ അവൻ നടക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇഗ്നോറിംഗ് ദ വിസിറ്റേഴ്സ്. കുറെ ആൾക്കാർ ഇവനെ സൂല് കാണാനൊക്കെ വരുന്നുണ്ട്, ഒരു മൈൻഡും കൊടുക്കുന്നില്ല. ഹായ്, നമ്മൾ ഈ മങ്കീസ് ഒക്കെ ആളുകളോട് സംവദിക്കുന്നത് പോലെ ടൈഗർ ഒക്കെ സംവദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടോ? ഇല്ല, അവർക്ക് അതിനൊന്നും താല്പര്യമില്ല. കാരണം അവരെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനൊന്നും ഉള്ള ആളുകളെ അല്ല അല്ലെ. അവരുടെ ഒരു എന്താ പറയാ ലെവലൊക്കെ വേറെ ലെവലുള്ള ആളുകളാണ് അവര്. അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുകയും അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഹണ്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിങ്ങൾ ഇവരെ കോമാളികളെ പോലെ എന്താ പറയാ ഒരു കൂട്ടിനകത്താക്കി കഴിഞ്ഞാല് ദേ ആർ ഇഗ്നോറിംഗ് ദ വിസിറ്റേഴ്സ്. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ എന്താ? വിസ്മരിക്കുക, അവഗണിക്കുന്ന പോലെയാണ്. എന്നുവെച്ചാൽ മൈൻഡ് ഇല്ല. ഓക്കെ, ഫൊഗറ്റ് അല്ല, ഫൊഗറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോലാണ്. ഇത് അറിഞ്ഞുകൊണ്ട് മറക്കുന്നതിനാണ് നമ്മൾ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? അപ്പോ ഫോർത്ത് സ്റ്റാൻസ കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ സ്റ്റാൻസ 5 ആണ്. എന്താ പറയുന്നത്? He hears the last voice at night. Again, നമ്മൾ സൂല് ഇയാളെ കുറിച്ച് തന്നെ, ടൈഗറിനെ കുറിച്ച് തന്നെ പറയുന്നത്. Again he hears the last voice at night. The patrolling cars. Patrolling cars എന്ന് പറഞ്ഞാല് റോന്ത് ചുറ്റുന്ന അല്ലെ, പോലീസുകാരൊക്കെ ഇങ്ങനെ പാട്രോളിംഗ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ഈ റോന്ത് ചുറ്റും ഇങ്ങനെ സ്ഥലത്തിലൂടെ കള്ളന്മാരൊക്കെ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു പാട്രോളിംഗ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഈ സൂല് ഈ പറയുന്ന ടീം എന്ത് ചെയ്യും? പോലീസുകാരല്ല, അവിടുത്തെ സ്റ്റാഫ് എന്ത് ചെയ്യും? രാത്രിയിൽ എവിടെയെങ്കിലും കേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവര് പാട്രോളിംഗ് നടത്തും. അങ്ങനെ പാട്രോളിംഗ് നടത്തുന്ന വാഹനങ്ങളുടെ, കാറുകളുടെ ശബ്ദം അവ രാത്രി അവസാനമായിട്ട് കേൾക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ അത് കൃത്യമായിട്ട് അങ്ങനെ ആ ശബ്ദം എന്നൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഈ ആനിമൽസിന് ഒരിക്കലും ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അതും കേൾക്കാൻ ഇഷ്ടമല്ലാത്ത. നമ്മളറിയില്ലേ, സൈലന്റ് വാലിയിലൊക്കെ പോയി കഴിഞ്ഞാല് അത് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്, അത് നമ്മൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദം പോലും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല അവിടെ. മനസ്സിലായോ? അപ്പൊ ഇവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. രാത്രിയിലാണ് ഉറക്കാനുള്ള സമയം. ആ ഉറങ്ങുന്ന സമയത്താണ് അവസാനമായിട്ട് ഇതിന്റെ ശബ്ദം കേൾക്കുന്നത്. പകല് മുഴുവൻ ശബ്ദങ്ങളാണ് അല്ലെ. അവരൊരിക്കലും കേൾക്കാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് ശബ്ദ കോലാഹലങ്ങളാണ് രാത്രിയിലും ഉണ്ട്. പാട്രോളിംഗ് കാർസിന്റെ ലാസ്റ്റ് വോയിസ് അറ്റ് നൈറ്റ് മൂപ്പര് കേൾക്കും. ഓക്കെ, എന്നിട്ടോ ആൻഡ് സ്റ്റേഴ്സ് വിത്ത് ഹിസ് ബ്രില്യന്റ് ഐസ്. ആൻഡ് സ്റ്റേഴ്സ്, തുറിച്ചു നോക്കും. ആരെ? അറ്റ് ദ ബ്രില്യന്റ് സ്റ്റാർസ്, ആ മഹത്തരമായിട്ടുള്ള
ആ നക്ഷത്രങ്ങളെ അല്ലെ, ആ മഹത്തരമായ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആര്, ഈ പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നക്ഷത്രങ്ങൾ. ആ മിന്നിത്തിളങ്ങുന്ന അത്ഭുതം സ്ഫുരിക്കുന്ന ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കും. ഓക്കെ, ആ ബ്രില്യന്റ് ഐസ്. ടൈഗറിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, പൂച്ചയുടെ കണ്ണുകൾക്ക് പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടില്ലേ? മുമ്പിൽ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് പോലെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ലൈറ്റ് ഒക്കെ വരുമ്പോൾ ഭയങ്കര തിളക്കമാണ്. അപ്പൊ ആ ബ്രില്യന്റ് ഐസ് കൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഫ്രീഡത്തെ ആലോചിച്ച്, ആ സ്കൈ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീഡത്തെയാണ് എപ്പോഴും പറയാം. സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഫ്രീഡമാണ് സ്കൈ എന്ന് പറഞ്ഞാൽ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആകാശത്തേക്ക് നോക്കുന്നു, ബ്രില്യന്റ് സ്റ്റാർസിനെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഈസ് ലോങ്ങിങ് ഫോർ വാട്ടർ, ഈസ് ആക്ച്വലി ലോങ്ങിങ് ഫോർ ഫ്രീഡം. ഹു? ടൈഗർ. Everyone is actually longing for what? ഫ്രീഡം. ഓക്കെ, അപ്പൊ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കൂട്ടിലടക്കപ്പെടേണ്ട ഒരാളല്ല ആര്? ടൈഗർ. 5th സ്റ്റാൻസ നമ്മൾ കഴിഞ്ഞു. അതിന്റെ ഒരു സമ്മറി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതിനു മുമ്പേ ഈ ബ്രില്യന്റ് എന്ന് പറയുന്ന വേർഡ് 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട്? റിപ്പിറ്റേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്. It is cruel to keep wild animals in small enclosures of the zoo. Away from their natural habitat. They feel angry, helpless and unhappy in the cage. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിനോട് ക്രൂരത കാണിക്കരുത്. അവർ ചെറിയ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അവരെ ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവായിട്ട് വെക്കരുത് എന്നതാണ് ഈ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. പോയത്തിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ. 2024 ഒരു എക്സ്ട്രാക്ട് എന്നിട്ട് നമ്മളോട് ഒരു 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ചാപ്റ്ററും കൂടെ പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 2 23-24 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഹൗ ഡസ് the poet used vivid imagery and metaphorical language in Tiger in the Zoo to effectively depict the confinement and the oppression experienced by the captive tiger. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മെസ്സേജിൽ തുടങ്ങണം. ഞാൻ നേരത്തെ മെസ്സേജ് വന്നിട്ടുണ്ട്, തീം പറയണം. അതുപോലെ തന്നെ നമ്മൾ ആ പോയത്തിലെ ഇമേജറിയെ കുറിച്ചും മെറ്റഫറിക്കൽ ലാംഗ്വേജിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. അവസാനിപ്പിക്കുമ്പോൾ ഇതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റും വെച്ചിട്ട് അവസാനിപ്പിക്കുക. ഇവിടെ റെഡിങ്ങിൽ കൊടുത്തില്ലേ ആ സാധനം. അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ ഈ സ്ലൈഡ്സ് തന്നെ ഉണ്ടെന്നർത്ഥം. പിന്നെ ഒരു ചോദ്യം, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് മിജ്ബിൽ ദ ഓട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതും ഈ ടൈഗറും എന്നെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താന്ന് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2022-23 ചോദിച്ച ചോദ്യമാണ്. ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്താണെന്ന് മനസ്സിലാക്കുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ലോങ് ആൻസർ ടൈപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിട്ട് ശീലിക്കണം. ഓക്കെ, എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് തന്നെയാണോ ഒന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ മെന്ററോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള, സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ അല്ല, ശരിക്കും ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നെൽസൺ മണ്ടേലയെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് സമ്മറിലേക്ക് വരാം. എ ലോങ് ടു ഫ്രീഡം, A Long Walk to Freedom by Nelson Mandela is about, അതെന്തിനെ കുറിച്ചാണ്? യെസ്, is about the struggle of freedom of South Africa. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചാണ് എ ലോങ് ടു ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓൺ May 10, 1994, ആ ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. May 10. ഓക്കെ, May 10 എന്ന് പറയുമ്പോൾ ഒരു താരം ഉണ്ടല്ലോ അല്ലെ, ആ താരത്തിന്റെ ജേഴ്സി നമ്പറാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു താരം. അപ്പൊ അതാലോചിച്ചാൽ മതി. ആ മെയ് എന്ന് പറയുമ്പോൾ എം ഉണ്ട്, മെസ്സി എന്ന് പറയുമ്പോൾ എം ഉണ്ട്. അപ്പൊ May 10 അത് മറക്കൂല നീ അല്ലെ. May 10, 1994 എങ്ങനെ ആലോചിക്കുന്നുള്ളത് എനിക്കറിയില്ല. 994. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ അത് ആലോചിച്ച് നോക്കുക. നെൽസൺ മണ്ടേല ഹാസ് ടേക്കൺ ദ വോ ആസ് ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരനായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് 1994 May 10. ഓക്കെ, നെക്സ്റ്റ്. ആൻഡ് therefore it was becoming a newborn democratic country. അങ്ങനെ അത് ആദ്യത്തെ ഒരു എന്താ പറയാ പുതിയതായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് പിറവി കൊള്ളുകയാണ് സൗത്ത് ആഫ്രിക്ക. നെൽസൺ മണ്ടേല took the oath as the first black president. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് അതുകൊണ്ടാണ് നമ്മുടെ എംഫസൈസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്. Many dignitaries from different countries had come to be a part of the most significant day. ഈ പവിത്രമായ ദിവസത്തിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് വേൾഡ് ലീഡേഴ്സ് ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട്. In his speech, അങ്ങനെ
പ്രസിഡന്റിന്റെ സ്പീച്ചിന്റെ സമയത്ത് മണ്ടേല താങ്ക്ഡ് ഓൾ ദോസ് ഡിഗ്നിറ്ററീസ്. മണ്ടേല എല്ലാ ഡിഗ്നിറ്ററീസിനോടും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. മണ്ടേല അഷ്യൂർഡ് ഹിസ് കൺട്രിമെൻ ദാറ്റ് his country would never ever experience the same suppression of one by another. അപ്പൊ അദ്ദേഹം ഈ ഒരു ഓപ്പണിംഗ് സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ രാജ്യം ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഇനി ആർക്കും ഉണ്ടാവില്ല എന്നത് എന്റെ ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡെമോക്രസി ഹാഡ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ആസ് എ റിസൾട്ട് ഗവൺമെന്റ് ഓഫ് നോ ഡിസ്ക്രിമിനേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, സൗത്ത് ആഫ്രിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ഒരു ഫലമായിട്ട് ഇനി ഒരിക്കലും ഗവൺമെന്റ് എന്ത് ഉണ്ടാവില്ല, ഇവിടെ ഗവൺമെന്റിൽ അറിവോട് കൂടിയിട്ടോ അറിവാതെയോ ഒന്നും എന്തുണ്ടാവില്ല, അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല, വിവേചനം ഉണ്ടാവില്ല, ആളുകൾക്കിടയിൽ പല നിയമങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ കറുത്ത വർഗ്ഗക്കാരനൊരു സ്കൂള്, വെളുത്ത വർഗ്ഗക്കാരനൊരു സ്കൂള്, ബീച്ചില് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊന്നും കറുത്ത വർഗ്ഗക്കാരൻ പോകാൻ പാടില്ല, മറ്റവർക്ക് വെളുത്ത വർഗ്ഗക്കാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ്, ഇതൊന്നും ഇവിടെ ഇനി എന്തില്ല, ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇനി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടില്ല. കാരണം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. ഇതാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക സാങ് 2 നാഷണൽ ആന്തംസ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ ഒരു രാജ്യത്ത് 2 നാഷണൽ ആന്തം ഇനി മുതലുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയായിരിക്കും? ഒന്ന് കറുത്ത വർഗ്ഗക്കാരനെയും മറ്റൊന്ന് വെളുത്തവർക്ക്. അപ്പൊ ഒരാളത് മാത്രം ചൊല്ല, അങ്ങനെയല്ല. ആസ് എ സിമ്പിൾ ഓഫ് ദാറ്റ് ഡേ, ആ ദിവസത്തിന്റെ ഒരു പ്രതീകമായിട്ട് 2 നാഷണൽ ആന്തങ്ങൾ അവിടെ ചൊല്ലി. മണ്ടേല റീകോൾഡ് ദാറ്റ് ദ റീസൺ ഫോർ ദിസ് മൊമെന്റ് വാസ് ദ ബ്ലാക്ക് സ്കിൻഡ് പീപ്പിൾ വർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ വൈറ്റ് പീപ്പിൾ. അപ്പൊ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഒരുപാട് കാലമായി ഈ കറുത്ത വർഗ്ഗക്കാര് ആരുടെ അടിമകളായിരുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവരായിരുന്നു, ചൂഷണം ചെയ്യൽ നേരിട്ടവരായിരുന്നു ഈ പറയുന്ന വെളുത്ത വർഗ്ഗക്കാരന്റെ. ഈ രാജ്യത്ത് തന്നെ he said that this type of suppression of people of South Africa is the origin of many stars. People must learn to hate first. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടിമത്തത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നാണ് ഒരുപാട് വലിയ വലിയ ആളുകൾ, ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തത്, ഉയർന്നു വന്നത്. എന്ന് വെച്ചാൽ അതിനെതിരെ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു, അതിനെതിരെ ശബ്ദിച്ചു, അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടാണ് പുതിയ പുതിയ ലീഡേഴ്സ് ഒക്കെ എമേർജ് ചെയ്തു വന്നത്. പീപ്പിൾ മസ്റ്റ് ലേൺ ടു ഹേറ്റ് ഫസ്റ്റ്, ബിക്കോസ് ഇഫ് ദേ ഹേറ്റ് ദെൻ ദേ ക്യാൻ ബി ടോട്ട് ടു ലവ്. അപ്പൊ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, ഈ ആളുകൾക്ക് വെറുക്കാൻ അറിയാം, അല്ലെങ്കിൽ വെറുക്കാൻ പഠിക്കുന്നുണ്ട് ആൾക്കാർ, അല്ലെ? പരസ്പരം നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറുക്കാൻ പഠിക്കുന്നവരാണ്. അതേപോലെ തന്നെ അങ്ങനെ വെറുക്കാൻ പഠിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും സ്നേഹിക്കാനും പഠിക്കാൻ സാധിക്കും, അല്ലെ? വെറുക്കാൻ പഠിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും എന്തിനും സാധിക്കും, സ്നേഹിക്കാൻ സാധിക്കുമല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തല്. ആസ് ലവ് കംസ് ഫ്രം ദ ഓപ്പോസിറ്റ് സർക്കംസ്റ്റൻസസ്. കാരണം വെറുപ്പിന്റെ നേരെ വിപരീതാർത്ഥത്തിലാണല്ലോ ആരുള്ളത്, സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മിക്കാനും കഴിയും. അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും വെറുക്കാൻ സാധിക്കുന്നുണ്ട് ആളുകൾക്ക്, അല്ലെ? അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അവര് ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തിനും സാധിക്കും, ഓർമ്മിക്കാനല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്നേഹിക്കാനും സാധിക്കും. ഹി ഓൾസോ സേസ് ദാറ്റ് എ ബ്രേവ് മാൻ ഇസ് നോട്ട് ദാറ്റ് ഹു ഡസ് നോട്ട് ഫീൽ എഫ്രെയ്ഡ് ബട്ട് ഹു കോൺകേഴ്സ് ഇറ്റ്. അദ്ദേഹം അവസാനം ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു ബ്രേവ് മാൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഒരു ധീരനായിട്ടുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ധൈര്യശാലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് he is not that a person who doesn't have fear, does not feel afraid. എന്ന് വെച്ചാല് ഫിയർ ഇല്ലാത്തവനല്ല, ഭയമില്ലാത്തവനല്ല ശരിയായ ധൈര്യശാലി എന്ന് പറയുന്നത്. പിന്നെ ആരാ എന്ന് വെച്ചാൽ ചിലപ്പോൾ ജീവിതത്തിൽ അവന് ഒരിക്കലും, ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഭയപ്പെടേണ്ട അവസരം വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാള് ധൈര്യശാലി ആവുന്നുണ്ടോ? ഇല്ല, അല്ലെ? അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അതിനെ ഓവർകം ചെയ്യുന്നവനാണ്, അതിനെ കോൺകർ ചെയ്യുന്നവനാണ് യഥാർത്ഥ ധൈര്യശാലി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ബ്രേവ് മാൻ എന്ന് പറഞ്ഞാൽ? അയാൾ ഒരിക്കലും ഒരു ഫിയർ ഇല്ലാത്തവൻ എന്നല്ല അർത്ഥം. ഫിയറിനെ എങ്ങനെ കോൺകർ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നു, അയാളാണ് യഥാർത്ഥ ധൈര്യശാലി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. റെഡി അല്ലേ അത്? ഓക്കെ. അപ്പൊ നമുക്കൊരു ഫിയർ ഉണ്ടെങ്കിൽ ആ ഫിയറിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭയന്നോടുകയല്ല വേണ്ടത്, ആ ഫിയറും വെച്ചുകൊണ്ട് ജീവിക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യണം? അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നത് നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ഇൻ ലൈഫ് എ മാൻ ഹാസ് 2 മേജർ ഒബ്ലിഗേഷൻസ്. അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. ഒരു ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് 2 പ്രധാനപ്പെട്ട കടമകളുണ്ട്. ഫസ്റ്റ് ടുവേർഡ്സ് ദ ഫാമിലി. ഒന്നാമത്തത് ആരോടാണ്? നമ്മുടെ പാരന്റ്സിനോട്, വൈഫിനോട്, കുട്ടികളോട്, അല്ലെ, ചിൽഡ്രനോട്. ആൻഡ് ദ സെക്കൻഡ് വൺ, രണ്ടാമത്തത് ആരോടാണ്?
ടു ദ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദ കൺട്രി. ഒരാളുടെ രാജ്യത്തോടാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തോടാണ്. പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി, നമ്മുടെ രാജ്യത്തുള്ള ആളുകളോട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയോടൊക്കെയാണ് നമുക്ക് എന്തുള്ളത്, യെസ്, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത്. എവരിവൺ ഫുൾഫിൽസ് ഹിസ് ഡ്യൂട്ടി ആസ് പെർ ഹിസ് ഇൻക്ലിനേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ എന്താ പറയാ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടികൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ രാജ്യത്തോടുള്ള നമ്മുടെ സൊസൈറ്റിയോടുള്ള കടമകളൊക്കെ നമ്മൾ നിറവേറ്റുന്നുണ്ട്. But it was very tough to fulfill in a country like South Africa. But it was very tough to fulfill in a country like South Africa. When Mandela became an adult, then he understood that his freedom was only an illusion. അപ്പോ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണ്ടേല പറയുന്നത് എന്താന്ന് വെച്ചാല്, when Mandela became an adult, then he understood that his freedom was only an illusion. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, തനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ, പക്ഷെ അതൊരു ഇല്യൂഷൻ മാത്രമായിരുന്നു, അത് വെറും തോന്നൽ മാത്രമായിരുന്നു. ഇൻഫാക്ട് ഹി വാസ് എ സ്ലേവ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഒരു ഹയർ ലെവലിൽ ചിന്തിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി, മണ്ടേലയ്ക്ക് മനസ്സിലായി, ഞാനും ശരിക്കും ഈ ചൂഷണത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു അടിമയായിരുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഒരു അടിമയായിരുന്നു ഞാനും. He also understood, അദ്ദേഹത്തിന് ഇക്കാര്യം കൂടെ മനസ്സിലായി, എന്താ, that not only he was a slave but his other family members were also, താൻ മാത്രമല്ല തന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും എന്തായിരുന്നു, അടിമകൾ തന്നെ ആയിരുന്നു എന്നതും കൂടെ അദ്ദേഹം തിരിച്ചറിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഫ്രീഡം ഇസ് മാൻഡറ്ററി ഫോർ ദം ഹു വാസ് സപ്രസിംഗ് അതേഴ്സ് ഇൻ ദ പാസ്റ്റ്. പണ്ട് കാലത്ത് ഫ്രീഡം ഇസ് ഓൾസോ മാൻഡറ്ററി, ഫ്രീഡം ഇവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ആർക്ക്? ഫോർ ദം ഹു വർ സപ്രസിംഗ് അതേഴ്സ് ഇൻ ദ പാസ്റ്റ്. മറ്റുള്ളവരെ പണ്ട് അടിമകളാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തിയിരുന്ന ആളുകൾക്കും ഫ്രീഡം അത്യാവശ്യമെന്ന് നമുക്ക് കത്തുന്നില്ല. എന്താ പറയുന്നത്, വെള്ളക്കാര് കറുത്ത വർഗ്ഗക്കാരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളക്കാർക്കും ഫ്രീഡം വേണമെന്ന്. അതെന്താ അങ്ങനെ? യെസ്, they also have the right to have it because natures of others' freedom is a prisoner of themselves. എന്ന് വെച്ചാല് വെറുപ്പിന്റെ, മറ്റുള്ളവരുടെ ഫ്രീഡം പിടിച്ചു വാങ്ങുന്ന ആളുകൾ, മറ്റുള്ളവരുടെ ഫ്രീഡം പിടിച്ചു വാങ്ങുന്ന ആളുകളും ഒരു തരത്തിൽ പ്രിസണിൽ തന്നെയാണ് ജീവിക്കുന്നത്. വെളുത്ത വർഗ്ഗക്കാരനും ഒരു പ്രിസണിൽ തന്നെ ആയിരുന്നു. എന്ത് പ്രിസണില്? ഹെയ്റ്റിന്റെ പ്രസന്റില്, ഓക്കെ, വെറുപ്പിന്റെ പ്രസന്റില്, ഓക്കെ, ആ വെറുപ്പിന്റെ പ്രസന്റിലായിരുന്നു അവരും. അതിൽ നിന്നും അവർക്ക് മോചനം വേണ്ടേ? Thus the oppressor is as much a prisoner as the oppressed. അങ്ങനെ നോക്കുമ്പോ ഈ ഒപ്രസർ, അടിച്ചമർത്തുന്നവനും അടിച്ചമർത്തപ്പെടുന്നവനും ഒരേപോലെ ജയിലിൽ തന്നെയാണ്. The oppressor too is not free. അടിച്ചമർത്തപ്പെടുന്നവനും എന്തല്ല, ഫ്രീ അല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്. നെക്സ്റ്റ് ബോർഡ് എക്സാം കഴിഞ്ഞു, ചാപ്റ്റർ അത്രയേ ഉള്ളൂ. നമുക്ക് ബോർഡ് എക്സാമിനേഷൻ ചോദിച്ച 1-2 ചോദ്യങ്ങൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് വായിച്ചു നോക്കുക. വാട്ട് ഡസ് നെൽസൺ മണ്ടേല മീൻ വെൻ ഹി സേസ് ദാറ്റ് സിംപ്ലി ദ സം ഓഫ് ഓൾ ദോസ് ആഫ്രിക്കൻ പാട്രിയോട്സ് ഹു ഹാഡ് ഗോൺ ബിഫോർ ഹിം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അദ്ദേഹത്തിന് മുമ്പേ കടന്നുപോയ ആ ആഫ്രിക്കൻ പാട്രിയോട്സ് എന്ന് പറഞ്ഞല്ലേ, എന്ന് വെച്ചാൽ ഇതിനു മുമ്പേ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷനെതിരെ. അതാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ച ചോദ്യം കേട്ടോ. ഈ 22 ചോദിച്ച ചോദ്യം, ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇനോഗ്രേഷൻ സെറമണി ഹെൽഡ് ഓൺ 10th May 1994 ഇൻ സൗത്ത് ആഫ്രിക്ക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യണം, വിശദീകരിക്കണം. സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് വരണ്ട, അതിന്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. സോ അത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.